ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കഥകളുണ്ട് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ആ ബിൽഡിങ്ങിന് ഒരുപാട് വിലകളുണ്ട് എന്നുള്ളതാണ്. സോ ആക്ച്വലി ദാറ്റ് ഇസ് മീനിങ്. അങ്ങനെയുള്ള ഗെയിംസിനെയാണ് ഫൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ആക്ച്വലി ഈ ഫൺ എന്ന് പറയുന്നത്. രണ്ടർത്ഥങ്ങൾ ഡബിൾ മീനിങ് ആയിരിക്കും. അതാണ് ഫണ്ണ്. ആൻഡ് സെക്കൻഡ് വൺ മെലപ്രോപ്പിസം. സോ ഹിയർ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദി വേർഡ് മെലപ്രോപ്പിസം. അതായത് ആക്ച്വലി റിച്ചാർഡ് ഷെറിഡന്റെ മിസസ് മെലക്രോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, റൈവൽസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു ടേം വരുന്നത്. മെലപ്രോപ്പിസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ സിംപ്ലി പറയുകയാണെങ്കിൽ വെൽക്കം എന്ന് പറയുന്നതിന് പകരം വെൽക്കം എന്ന് പറയാം, വെൽക്കത്തിന് പകരം വെൽക്കം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെലപ്രോപ്പിസം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 115 വേർബൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ സെയിം ഉദാഹരണങ്ങളായിട്ട് നമ്മൾ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അത് പഠിച്ചാൽ തന്നെ അവിടെ കിട്ടുമെന്നുള്ളതാണ്. സോ ഹിയർ there is an example, my sister has an extra sensory perception. അവിടെ എക്സ്ട്രാ സെൻസറി എന്നാണ് ആക്ച്വലി പറയേണ്ടത്, പക്ഷേ അവിടെ നമ്മൾ എന്താ എക്സ്ട്രാ സെഞ്ചുറി എന്നാണ് അവിടെ ഒരു വാക്യം മിസ്പ്ലേസ് ചെയ്തു, ഒരു ഒറ്റ വാക്ക് മിസ്പ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് മെലപ്രോപ്പിസം. ആൻഡ് there is spoonerism. Spoonerism വില്യം സ്പൂണർ എന്ന് പറയുന്ന ഒരു ഓക്സ്ഫോർഡിനകത്ത് ഒരു ഓക്സ്ഫോർഡ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ആ ഒരു തെളിവ് വരുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറയാണ് ബ്യൂട്ടി സ്ലീപ്പ്. ഞാനവിടെ ആക്ച്വലി ഇന്റർവ്യൂ ചെയ്തത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാണ് ഡെലിബറേറ്റ് ആയിട്ടോ അല്ലാണ്ടെയോ ആ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ മലയാളത്തിൽ പറയൂലേ ഒരു പറ്റത്തെ ആർക്കും തെറ്റിപ്പോയിട്ട് പറയില്ല. ശരി, അവിടെ ഇവന്റ് ചെയ്യുന്നില്ല ഈ തെറ്റൊക്കെ ആർക്കും പറ്റുമെന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞതെന്താ ഒരു പറ്റൊക്കെ ആർക്കും തെറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഗീതയാണ് എന്ന് പറയാം സ്പൂണറിസം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് അതേ എക്സാമിന് വരാറുണ്ട്. ഇവിടെ ഓൾ മൈ ഹിസ്റ്ററി ലെക്ചേഴ്സ്, യു ഹാവ് മിസ്ഡ് ഓൾ മൈ ഹിസ്റ്ററി ലെക്ചേഴ്സ് ആണ് ആക്ച്വലി അവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഓവർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമല്ലോ. ഒരു കുതിരയെ തിന്നാനുള്ള ഇഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓവർ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോ ഒരാള് ഒരു അപകടം പറ്റി നല്ല രീതിയിൽ രക്തം മാറുന്നിരിക്കുന്നുണ്ട്, കണ്ടിട്ട് നമ്മൾ പറയാണ് ഓ ഇറ്റ്സ് ജസ്റ്റ് എ സ്ക്രാച്ച്, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അണ്ടർ സ്റ്റേറ്റ്മെന്റ്. ദെൻ അബ്സർഡിറ്റി, അത് ശുദ്ധ മണ്ടത്തരാണ്, അത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊബൈൽ കിമ്പറിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഒബ്വിയസ് എന്നൊരു സംഗതിയും കൂടെ അവിടെയുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ. അതിൽ അടുത്തൊരു എക്സാമ്പിൾ വരുന്നത് വാട്ടർ ഇസ് വെരി വെറ്റ് എന്ന് പറയാം, otherwise this ice is very cold എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണമാണ്. So this is all about mobile game. So thank you. See you in another class.